അഞ്ചാമത്തെ ചോദ്യം, ചിത്രത്തിൽ ABCD എന്ന ചതുർഭുജത്തിന്റെ അടുത്തടുത്ത കോണുകളുടെ സമഭാജികൾ പരസ്പരം മുറിച്ചു കടക്കുന്ന ബിന്ദുക്കളാണ് PQRS. PQRS ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കുക. ചോദ്യം മനസ്സിലായില്ലേ? ചിത്രം നോക്ക്. നമ്മളെ ചിത്രം ABCD. കോൺ എയുടെ സമഭാജിയാണ് ഈ വര. കോൺ ബിയുടെ സമഭാജി, ഡിയുടെ സമഭാജി, അതുപോലെ സിയുടെ സമഭാജി. ഈ സമഭാജികൾ കൂട്ടിമുട്ടുന്ന ബിന്ദുക്കളാണ് PQRS. അപ്പോൾ ഇവിടെ ഒരു ചതുർഭുജം ഉണ്ടാവുന്നുണ്ട്, PQRS. ഈ ചതുർഭുജം ചക്രീയമാണെന്നാണ് തെളിയിക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഈ ത്രികോണം നോക്ക്, ത്രികോണം ASD നോക്കാം. ഈ കോൺ എയുടെ സമഭാജിയാണ് ഈ വര. അപ്പൊ ഈ കോണിന് എന്ത് ചെയ്യും? തുല്യമായി മുറിക്കും. അപ്പൊ എയുടെ പകുതിയാണ് ഇവിടെ വരിക, A/2. അതേപോലെ ഡിയുടെ സമഭാജിയാണ് ഈ വര. അപ്പൊ ഇതിനെ പകുതിയായി മുറിക്കുന്ന ഇത് D/2. അപ്പൊ ത്രികോണം ASD നോക്കുക. ത്രികോണം ASDയിൽ കോൺ ASD എന്ത് വരും? കോൺ ASD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ആരൊക്കെ കുറച്ചാൽ മതി? A/2നെയും B/2നെയും കുറച്ചാൽ മതി. 180 മൈനസ് A/2 മൈനസ് D/2. ഇനി കോൺ ASDയും കോൺ PSRും ഈ രണ്ട് കോണുകൾ എതിർകോണുകളല്ലേ? അപ്പൊ എതിർകോണുകൾ തുല്യമാണ്. അപ്പൊ കോൺ ASD എന്ന് പറയുന്നതും കോൺ PSR എന്താണ്? തുല്യം. അതുകൊണ്ട് കോൺ PSR സമം 180 മൈനസ് A/2 മൈനസ് D/2 എന്ന് എഴുതാം. ഇനി അതുപോലെ ത്രികോണം BQC നോക്ക്. ത്രികോണം BQC ബിയുടെ സമഭാജിയാണ് ഈ വര. ഈ കോണ് നമ്മൾ ബിന്റെ പകുതിയായിരിക്കും, B/2. സിയുടെ സമഭാജിയാണ് ഈ വര. അപ്പൊ ഈ കോൺ എന്തായി? C/2. അപ്പൊ കോൺ BQC കാണാം. ത്രികോണത്തിലെ മൂന്നാമത്തെ കോണാണ് കോൺ BQC. കോൺ BQC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 B/2 കുറക്കുക, പിന്നെ C/2നെയും കുറക്കുക. അതാണ് കോൺ BQC. ഇനി കോൺ BQCയും കോൺ PQR, ഇത് രണ്ട് കോണുകളും എതിർകോണുകളല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കോൺ PQRന്റെ വിലയും കിട്ടിയല്ലോ. കോൺ PQR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 മൈനസ് B/2 മൈനസ് C/2 തന്നെയാണ്. ഈ രണ്ട് കോണുകളും എതിർകോണുകളായതുകൊണ്ട് ഇത് രണ്ടും തുല്യമായിരിക്കും. ഇനി ഈ ചതുർഭുജം നോക്ക്. ചതുർഭുജത്തിന്റെ എതിർകോണുകളല്ലേ ഇത് രണ്ടും? അത് രണ്ടും കൂട്ടി നോക്ക്. രണ്ടും കൂട്ടിയാൽ 180 കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം? ചക്രീയമാണെന്ന് പറയാം. അപ്പൊ രണ്ടും നമുക്ക് കൂട്ടി നോക്കാം. അപ്പൊ ഒന്നാമത്തേത് ഇതാണ്, രണ്ടാമത്തേത്. അത് രണ്ടും കൂട്ട്. 180 മൈനസ് A/2 മൈനസ് D/2 പ്ലസ് 180 മൈനസ് B/2 മൈനസ് C/2. 180 180 കൂട്ടിയാൽ 360. ബാക്കി നോക്ക്, എല്ലാവർക്കും മൈനസ് ഉണ്ട്. അപ്പൊ മൈനസ് ഞാൻ പുറത്തേക്ക് എടുത്തു. A/2 പ്ലസ് D/2 പ്ലസ് B/2 പ്ലസ് C/2. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 360 മൈനസ് A പ്ലസ് B പ്ലസ് C പ്ലസ് D/2. എല്ലാം ഒരേ ഛേദമല്ലേ? അപ്പൊ എല്ലാം കൂട്ടി എന്ത് ചെയ്യാം? A പ്ലസ് B പ്ലസ് C പ്ലസ് D/2 എന്ന് എഴുതാം. അപ്പൊ A പ്ലസ് B പ്ലസ് C പ്ലസ് D എന്ന് പറയുന്നത് എന്താ? ചതുർഭുജത്തിന്റെ 4 കോണുകൾ. 4 കോണുകൾ കൂട്ടിയാൽ എന്ത് കിട്ടണം? 360 കിട്ടണം. അപ്പൊ 360 മൈനസ് 360/2, അതായത് 360 മൈനസ് 180. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 180 എന്ന് കിട്ടി. അപ്പൊ ഇത് രണ്ട് കൂട്ടിയപ്പോൾ 180 കിട്ടിയില്ലേ? ഈ രണ്ട് കോണുകൾ കൂട്ടിയപ്പം 180 കിട്ടി. അതായത് ഇത് ചക്രീയ ചതുർഭുജത്തിലെ കോണുകളാണ്. അപ്പൊ ഇത് രണ്ടും കൂട്ടിയാൽ 180 ആയിരിക്കൂലേ? അപ്പൊ ഇതെന്താണെന്ന് പറയാം? PQRS ഒരു ചക്രീയ ചതുർഭുജമാണെന്ന് പറയാം. ഞാനതിന്റെ ഉത്തരം തരാം. അത് എഴുതിയെടുത്തോ.